നമ്മൾ വിലയിരുത്തുന്നതിനേക്കാൾ ഉപരിയായി എനിക്കൊപ്പം ഈ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിലയിരുത്താൻ നോക്കൂതാ കേരളത്തിലെ ലെജൻഡ്സ് ആയിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങൾ മുഴുവൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന KCLന്റെ ഓരോ ടീമിന്റെയും പരിശീലകരാണ് ഇവരെല്ലാവരും. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു കൂട്ടായി നമുക്ക് കിട്ടിയത്. ഫിറോസ് റഷീദ്, റൈഫി, വിൻസെന്റ് ഗോമസ്, എസ് മനോജ്, സോണി ചെറുവത്തൂർ, മോനിഷ്. അപ്പോൾ പല കാലഘട്ടങ്ങളിലായി നമ്മളെ ത്രസിപ്പിച്ച താരങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിയായി ഇവർക്ക് പറയാനുണ്ടാവും. ഫിറോസിക്ക, സഞ്ജു വീണ്ടും തിരികെ എത്തി ടീമില്. ഇതൊരു വലിയ സന്തോഷം, പ്രത്യേകിച്ച് ഈ KCLന്റെ സമയത്ത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും നമ്മളൊരു പ്ലെയർ കളിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒപ്പം കളിക്കുന്ന താരങ്ങൾക്ക് ഇതൊരു വലിയ ഒരു പ്രചോദനമാവില്ലേ? കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ സഞ്ജു ഇവിടുത്തെ താരങ്ങൾക്കൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരിൽ ഒരാൾ ഇന്ത്യൻ ജേഴ്സി ഇട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ത്രില്ലിലാണ് അവരെല്ലാം. പിന്നെ ടീമിന് ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും അവരുടെ ടീം. കാരണം ഇങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് അവർക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. KCLന്റെ ആദ്യ മത്സരങ്ങളിലൊക്കെ എന്തായാലും സ്വാഭാവിക സഞ്ജു ഉണ്ടാവും, ആള് കൂടും ഇവിടെ. അതെ അതെ, ഉറപ്പായിട്ടും. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വരവ് അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് T20 വേൾഡ് കപ്പ് ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. അതെ, അത് ഉറപ്പായിട്ടും അവർ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങൾ തന്നെയാണ് അവർ കൺസിഡർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സഞ്ജുവിന്റെ ഭാഗത്ത് ചെയ്യാവുന്ന മാക്സിമം ചെയ്ത് തന്നെ വേറെ നോക്കാനില്ല. ക്രിക്കറ്റ് കളിക്കുക തന്നെ, വേറൊന്നും ഇതിലൊന്നുമില്ല. ഉറപ്പായിട്ടും വരും.